ഇന്നത്തെ ദിവസം കുറച്ചധികം ധൃതിയിലാണ് കേട്ടോ ഞാൻ എൻ്റെ പണികളൊക്കെ തീർക്കുന്നത്. അതെന്തിനാന്ന് ഞാൻ വഴിയെ പറയാം. അപ്പോൾ മോളെ സ്കൂളിലേക്ക് പറഞ്ഞയച്ചതിന് ശേഷം നേരെ വന്നിട്ട് അലക്കിയ തുണികളൊക്കെ ഒന്ന് വിരിച്ചിടുകയാണ്. ഇവിടെ ഇപ്പോൾ രാവിലെ ആയാലും കുറച്ചധികം ടൈം എടുക്കും വെയിലൊക്കെ ഒന്ന് വരാൻ. ചില ദിവസങ്ങളിൽ ഇന്നലെ വെയിൽ തന്നെ ഇല്ലായിരുന്നു കേട്ടോ. മൊത്തത്തിൽ ഒരു മഞ്ഞ് വീണ കാലാവസ്ഥ തന്നെ ആയിരുന്നു. അങ്ങനെ അതൊക്കെ ഒന്ന് വിരിച്ചിട്ടതിന് ശേഷം വേഗം വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കുകയാണ് കേട്ടോ. ആദ്യം കുഞ്ഞാക്കാക്കും ഇനൂസിനുള്ളതൊക്കെ കൊടുത്തിട്ട് അവരെ അങ്ങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എനിക്കും ഇസുവിനുള്ളതുമാണ് റെഡിയാക്കി എടുക്കുന്നത്. അവൾക്കാണെങ്കിൽ ചട്നി തീരെ താല്പര്യമില്ല. അപ്പോൾ പിന്നെ ഞാൻ ബട്ടർ ഇട്ടിട്ട് അങ്ങ് ദോശ റെഡിയാക്കി കൊടുക്കുകയാണ്. ഇതിൻ്റെ ഒപ്പം ഒരു എഗ്ഗ് ബോയിൽ ചെയ്തതും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ന്യൂ ഇയറിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും എഗ്ഗ് കഴിക്കാൻ തീരുമാനിച്ചിട്ടുള്ള കാര്യം. ദോശയൊക്കെ റെഡിയാക്കി സെറ്റാക്കി കഴിഞ്ഞപ്പോൾ ആൾക്ക് ദോശേൻ്റെ ഒപ്പം തേനും കൂടെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. രാവിലെ ഇനൂസ് പോയി കഴിഞ്ഞാൽ പിന്നെ ആൾ അംഗൻവാടിയിൽ പോകാൻ ഭയങ്കര മടിയാണ് കേട്ടോ. അതുകൊണ്ട് എൻ്റെ ഒപ്പം തന്നെ ഉണ്ടാവും എല്ലാ പരിപാടികളിലും. അങ്ങനെ പിന്നെ അവൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ട് ഞാൻ വേഗം ക്ലീനിങ്ങിലേക്ക് വന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ തുടക്കുന്നൊന്നുമില്ല, പെട്ടെന്നൊന്ന് അടിച്ച് വാരി എടുക്കുന്നേ ഉള്ളൂ. ഇന്നലെ വീട്ടിൽ പോയി വന്നതുകൊണ്ട് നല്ല ഡീപ്പായിട്ട് തന്നെ തുടച്ച് വീടൊക്കെ ക്ലീനാക്കി എടുത്തതാണ് കേട്ടോ. അപ്പോൾ പിന്നെ വേഗം അടിച്ചു വാരലും കൂടെ തീർത്തിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുറ്റത്തേക്ക് അങ്ങ് ഇറങ്ങുകയാണ്. എന്തിനാന്ന് വെച്ചാൽ ക്രിസ്മസ് വെക്കേഷൻ വീട്ടിൽ പോയി അടിച്ചു പൊളിച്ചതുകൊണ്ട് നമ്മുടെ മുറ്റം ആകെ പുല്ല് നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അതൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കുകയാണ്. ഇവിടെ കുറച്ചൊരു പച്ചക്കറികളൊക്കെ ഉണ്ട്. അതിലുണ്ടായതാണ് ഈ ഒരു ക്യാബേജ്. ഞാൻ ആദ്യമായിട്ട് നട്ടതുമാണ്. അതുപോലെ ഉണ്ടായി കണ്ടപ്പോൾ നല്ലൊരു സന്തോഷമുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് വഴുതനങ്ങ, അതുപോലെ പച്ചമുളക്, കുറച്ച് ചീര, അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ വേഗം അതിൻ്റെ ഇടയിൽ പുല്ലുകളൊക്കെ ഒന്ന് പറിച്ച് വൃത്തിയാക്കിയാണ്. ആദ്യം വിചാരിച്ചിരുന്നത് ഇവിടുത്തെ പുല്ല് മാത്രം പറിക്കാമെന്നായിരുന്നു. പിന്നെ മുറ്റം മൊത്തത്തിൽ അങ്ങ് വൃത്തിയാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഉച്ചയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ.